സ്വന്തം കൃഷിത്തോട്ടത്തിൽ ചൈനീസ് കടുക് വിളയിച്ചതിന്റെ സന്തോഷത്തിലാണ് മാധ്യമപ്രവർത്തകരും കർഷകരുമായ വയനാട് ചീരാൽ സ്വദേശി സോമൻ. വിയറ്റ്നാമിൽ നിന്ന് കൊണ്ടുവന്ന വിത്ത് ഉപയോഗിച്ചാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ സോമൻ തന്റെ കൃഷിസ്ഥലത്ത് ചൈനീസ് കടുകിന്റെ വിത്ത് പാകിയത്. പച്ചക്കറിത്തോട്ടത്തിലെ വിവിധ വിളകൾക്കൊപ്പമാണ് ചൈനീസ് കടുക് കൃഷി ചെയ്തത്. വിളവെടുക്കുന്ന കടുക് സാലഡിനും ഉപ്പേരിക്കും ഉപയോഗിക്കാം. വെറുമൊരു കടുക് എന്നതിലുപരി ചൈനീസ് കടുകിന്റെ ഇലകളും തണ്ടും ഭക്ഷ്യയോഗ്യമാണ് എന്നതും പ്രത്യേകതയാണ്. കടുക് എണ്ണയ്ക്കും ഉപയോഗിക്കാം. വിയറ്റ്നാമിൽ നിന്നും കൊണ്ടുവന്ന വിത്ത് ഉപയോഗിച്ചാണ് സോമൻ കൃഷിയിടത്തിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ ചൈനീസ് കടുക് വിളയിച്ചെടുത്തത്. വയനാടിന്റെ കാലാവസ്ഥയ്ക്ക് ചൈനീസ് കടുക് അനുയോജ്യമാണെന്നാണ് സോമൻ പറയുന്നത്. ചൈനീസ് മസ്റ്റാർഡ്, അതായത് ചൈനീസ് കടുക് വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണിത്. ഇതിന്റെ വിത്ത് എൻ്റെ മകള് വിയറ്റ്നാമിൽ പോയപ്പോൾ കൊണ്ടുതന്നതാണ്. അപ്പോൾ അത് ഞാനിവിടെ വെറുതെ കൃഷി ചെയ്ത് നോക്കിയപ്പോൾ ധാരാളമായിട്ടുണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഇലയെല്ലാം ധാരാളം പച്ചപ്പോട് കൂടി ഉണ്ടാകുന്ന ഒരു ഇനമാണിത്. അപ്പോൾ അതിൻ്റെ പിന്നീട് ഞാൻ ഗൂഗിളിലെല്ലാം സെർച്ച് ചെയ്തപ്പോൾ അതിൻ്റെ ഗുണഘടകങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചു. അതിനുശേഷം ഞാൻ കുറച്ച് സൂപ്പ് ഉണ്ടാക്കി നോക്കി, പിന്നെ അതുകൊണ്ട് ഉപ്പേരി പോലെ ഉണ്ടാക്കി നോക്കി, അങ്ങനെ പലതും ഉണ്ടാക്കി നോക്കി. അപ്പോൾ അതെല്ലാം വളരെ രസകരമായിരുന്നു. പച്ചയ്ക്ക് വേണമെങ്കിലും നമുക്ക് കഴിക്കാം, സലാഡായിട്ടൊക്കെ ധാരാളമായിട്ട് കഴിക്കാവുന്നത്. വലിയ തോതിൽ കൃഷിയിൽ ഇലകൾ ഉണ്ടാകുന്നതുമായിട്ട് കണ്ടെത്തി. ഇപ്പോൾ അതിനുശേഷം പിന്നെ ഉപയോഗിക്കാതിരുന്നപ്പോഴാണ് അത് കടുകായിട്ട് ഇത്രയും വലുപ്പമായിട്ടുണ്ടായത് പിന്നീടാണ് അറിഞ്ഞത്. ഇപ്പോൾ ധാരാളമായിട്ടുണ്ട്. ഇതിന്റെ വിത്ത് ഇനി നമുക്ക് ആർക്കെങ്കിലും കൊടുത്ത് ഇവിടെ അത് വയനാട്ടിൽ ധാരാളമായിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിരവധി പേരാണ് പലയിടങ്ങളിൽ നിന്നും ചൈനീസ് കടുകിന്റെ വിത്ത് തേടി സോമന്റെ വീട് തേടിയെത്തുന്നത്. കേരള വിഷൻ ന്യൂസ്, വയനാട്.